കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 613, സൂറത്തുൻ നഹൽ ആയത്തുകൾ 106 മുതൽ 128 വരെ, അതായത് അവസാനം വരെ. ഇൻഷാ അല്ലാഹ്. പേജ് നമ്പർ 965. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من كفر بالله من بعد إيمانه إلا من أكره وقلبه مطمئن بالإيمان ولكن من شرح بالكفر صدرا فعليهم غضب من الله ولهم عذاب عظيم. ذلك بأنهم استحبوا الحياة الدنيا على الآخرة وأن الله لا يهدي القوم الكافرين. أولئك الذين طبع الله على قلوبهم وسمعهم وأبصارهم وأولئك هم الغافلون. لا جرم أنهم في الآخرة هم الخاسرون. ثم إن ربك للذين هاجروا من بعد ما فتنوا ثم جاهدوا وصبروا إن ربك من بعدها لغفور رحيم. يوم تأتي كل نفس تجادل عن نفسها وتوفى كل نفس ما عملت وهم لا يظلمون. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقهم الله لباس الجوع والخوف بما كانوا يصنعون. ولقد جاءهم رسول منهم فكذبوا فأخذهم العذاب وهم ظالمون. فكلوا مما رزقكم الله حلالا طيبا واشكروا نعمة الله إن كنتم إياه تعبدون. إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به فمن اضطر غير باغ ولا عاد فإن الله غفور رحيم. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب. إن الذين يفترون على الله الكذب لا يفلحون. متاع قليل ولهم عذاب أليم. وعلى الذين هادوا حرمنا ما قصصنا عليك من قبل وما ظلمناهم ولكن كانوا أنفسهم يظلمون. ثم إن ربك للذين عملوا السوء بجهالة ثم تابوا من بعد ذلك وأصلحوا إن ربك من بعدها لغفور رحيم. إن
إبراهيم كان أمة قانتا لله ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين إنما جعل السبت على الذين اختلفوا فيه وإن ربك ليحكم بينهم يوم القيامة فيما كانوا فيه يختلفون ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين وإن عاقبتم فعاقبوا بمثل ما عوقبتم به ولئن صبرتم لهو خير للصابرين واصبر وما صبرك إلا بالله ولا تحزن ولا تك في ضيق مما يمكرون إن الله مع الذين اتقوا والذين هم محسنون. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 614 സൂറത്തുൻ നഹൽ ആയത്ത് 106 പേജ് നമ്പർ 965. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി വിശ്വാസിയായതിനു ശേഷം ആരെങ്കിലും അല്ലാഹുവിൽ അവിശ്വസിച്ചാൽ ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ ഹൃദയം സത്യവിശ്വാസത്തിൽ ശാന്തമായവനായിരിക്കുന്ന അവസ്ഥയിൽ നിർബന്ധിക്കപ്പെട്ടന് ഒഴികെ പേജ് നമ്പർ 966. വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റാ പക്ഷേ ഹൃദയം തുറന്ന് അവിശ്വാസത്തെ ആരെങ്കിലും സ്വീകരിച്ചുവോ ഫഅലൈഹിം ഗദബും മിനല്ലാഹ് അവർക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള കോപമുണ്ടായിരിക്കും വലഹും അദാബുൻ അദീം അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. മുഅ്മിനായിരുന്നതിന് ശേഷം ആരെങ്കിലും മുർത്തദ്ദായാൽ ഹൃദയപൂർവ്വം അവിശ്വാസത്തെ അവൻ സ്വീകരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമാണ്. കുഫറിൻ്റെ വാക്ക് പറയാനോ മറ്റോ നിർബന്ധിക്കപ്പെട്ടു അല്ലെങ്കിൽ കൊന്നുകളയുമോ മറ്റോ ചെയ്യും എന്ന് നിർബന്ധിച്ചാൽ മനസ്സിന് ഇളക്കം തട്ടാത്ത വിധത്തിൽ വഴങ്ങുന്നതിന് വിരോധമില്ല. അമ്മാർ ബിൻ യാസിറും റളിയല്ലാഹു അൻഹു മാതാപിതാക്കളും ഇസ്ലാം ഉപേക്ഷിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ അവർ വഴങ്ങുവാൻ തയ്യാറായില്ല. അവർ ഈ മഹദിയെ പിടിച്ച് ഓരോ കാൽ ഓരോ ഒട്ടകത്തിനോട് കൂട്ടിക്കെട്ടുകയും വളരെ അശ്ലീലമായ വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു ഇരുമ്പിൻ്റെ കുന്തം യോനിയിൽ കുത്തിക്കയറ്റി കൊല്ലുകയും ചെയ്തു. അങ്ങനെ അത്യധികം ദാരുണമായ അവസ്ഥയിൽ ആ പുണ്യമഹദി കൊല്ലപ്പെട്ടു. ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ ഷഹീദ്. സ്വർഗത്തിൽ അവരുടെ പദവി അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. പിന്നെ അവർ യാസിർ റളിയല്ലാഹു അൻഹുവിനെയും കൊന്നു. മാതാപിതാക്കൾ ഈ നിലയിൽ കൊല്ലപ്പെട്ടതിന് ശേഷം അമ്മാർ റളിയല്ലാഹു അൻഹു അമ്മാർ റളിയല്ലാഹു അൻഹു ഈ ക്രൂര ദുഷ്ടന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തോ പറഞ്ഞു. അവർ അദ്ദേഹത്തെ വിട്ടയച്ചു. അപ്പോൾ ഒരാൾ അമ്മാർ കാഫിറായി പോയി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ശിരസ് മുതൽ പാദം വരെ ഈമാൻ നിറഞ്ഞ ആളാണ് അമ്മാർ. രക്തത്തിലും മാംസത്തിലും ഈമാൻ കലർന്നിട്ടുണ്ട്. അമ്മാർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ദീർഘനേരം കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. നിനക്ക് യാതൊരു കുറ്റവുമില്ല, അവർ വീണ്ടും നിർബന്ധിച്ചാൽ വീണ്ടും ഇപ്രകാരം പറഞ്ഞുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിക്കുകയും ചെയ്തു. നിർബന്ധിതാവസ്ഥയിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല. ഷിർക്ക് അല്ലാത്ത പാപങ്ങൾക്ക് ഇളവുണ്ട്. ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പീഡനമാണ് നിർബന്ധിതാവസ്ഥ. ഷിർക്ക് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വൻ പാപമാണ്. ഷിർക്ക് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടാൽ ഒന്നുകിൽ പോരാടുക അല്ലെങ്കിൽ നാട് വിട്ടു പോകുക. ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടാൽ നരകമാണ് പ്രതിഫലം. ഖുർആനും ഹദീസും വ്യക്തമാക്കിയ കാര്യമാണിത്.
ഈ നിർബന്ധിതാവസ്ഥയുടെ നിജസ്ഥിതി ശ്രദ്ധിക്കേണ്ടതാകുന്നു. ചിലർ ഗവൺമെൻറ് ഉദ്യോഗം ബിംബാരാധന പോലെ ഷിർക്കാണെന്ന് പറയുകയും ഉദ്യോഗം സ്വീകരിക്കുകയും മറ്റും ചെയ്യുന്നതിനെപ്പറ്റി നിർബന്ധിതാവസ്ഥയിൽ ഷിർക്ക് ചെയ്യാൻ അനുവാദമുണ്ട് എന്ന് ന്യായീകരിച്ചു. ഇത് രണ്ടും എത്രത്തോളം ഒക്കുമെന്ന് ആലോചിക്കുക. ഈ ഗതികേടിനിട വന്നത് ഇബാദത്തിന് അനുസരണമെന്ന് അർത്ഥമാക്കിയത് കൊണ്ടാണ്. അമ്മാർ റളിയല്ലാഹു അൻഹുവിന് അനുഭവപ്പെട്ടതുപോലെ വിഷമസന്ധി വരാത്ത ലാഘവത്തോടെ ഷിർക്കിനെ സ്വയം സൃഷ്ടിക്കുകയും എന്നിട്ട് അതനുസരിക്കുകയും ചെയ്തവർ മഹാപോയത്തക്കാരും നഷ്ടക്കാരുമാകുന്നു. നിഷിദ്ധമായ ജോലി ചെയ്ത് നിർബന്ധിതാവസ്ഥയിലാണെന്ന് ന്യായീകരിക്കുന്നത് അർത്ഥശൂന്യമാണ്. ജോലി വേറെ അന്വേഷിക്കാം. അനുവദനീയമായ ഉപജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്നവനെ അള്ളാഹു തീർച്ചയായും സഹായിക്കും. അതായത് ഇവിടെ ആദ്യം പറഞ്ഞിടത്ത് കൊല്ലപ്പെട്ട മഹദി എന്ന് പറഞ്ഞത് അമ്മാർ റളിയല്ലാഹുവിനെ കുറിച്ചല്ല. അമ്മാർ ബിൻ യാസിറും മാതാപിതാക്കളും ഇസ്ലാം ഉപേക്ഷിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ അവർ വഴങ്ങുവാൻ തയ്യാറായില്ല. അവർ ഈ മഹദിയെ പിടിച്ച് എന്ന് പറഞ്ഞല്ലോ. അവിടെ അമ്മാർ റളിയല്ലാഹുവിനെ കുറിച്ചല്ല പറഞ്ഞത്. അതൊരു കാര്യം. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇബാദത്തിന് അനുസരണം, ഇബാദത്ത് ആത്യന്തികമായിട്ട് അള്ളാഹുവിനുള്ള അനുസരണം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. പക്ഷേ എല്ലാ അനുസരണവും ഇബാദത്തല്ല. അത് പല പ്രാവശ്യം പലതവണ തഫ്സീറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗം സ്വീകരിക്കുന്നത് ഇസ്ലാമിക ഗവൺമെൻറ് അല്ലാത്ത ഇസ്ലാമികേതര ഗവൺമെൻറ്റുകൾ, ഇപ്പോൾ നമ്മുടേതുപോലുള്ള ഗവൺമെൻറ്റുകൾ ഗവൺമെൻറ് ഉദ്യോഗം സ്വീകരിക്കുന്നത് ഷിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല. അത് ഗവൺമെൻറ്റിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്കല്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഉദ്യോഗം സ്വീകരിച്ച് അത് നിർബന്ധിതാവസ്ഥയിൽ ഷിർക്ക് ചെയ്തു എന്ന് പറയുന്നതിൽ ന്യായമില്ല. അത് ജോലി സ്വീകരിക്കുക എന്നതൊരു നിർബന്ധിതാവസ്ഥയല്ല, മറ്റു ജോലി ചെയ്യാമല്ലോ. അപ്പോൾ അത് ഷിർക്കല്ല എന്ന് അദ്ദേഹം അതുകൂടെ വെച്ച് ന്യായീകരിക്കുക അല്ലെങ്കിൽ സമർത്ഥിക്കുകയാണ്. ആയത്ത് 107. ذلك بأنهم استحبوا الحياة الدنيا على الآخرة. അതെന്തുകൊണ്ടെന്നാൽ നിശ്ചയമായും പരലോകത്തേക്കാൾ ഈ ഹലോക ജീവിതത്തെ അവർ ഇഷ്ടപ്പെട്ടു. പേജ് നമ്പർ 967. നിശ്ചയമായും അള്ളാഹു നിഷേധികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ഗതി മേൽപ്രകാരമായത്. തങ്ങളുടെ ഹൃദയങ്ങളിലും കേൾവിയിലും കണ്ണുകളിലും അള്ളാഹു മുദ്ര വെച്ചിട്ടുള്ളവരാണവർ. ഹൃദയവും മറ്റവയവങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണല്ലോ. ആ അനുഗ്രഹങ്ങളെ ന്യായമായ നിലയിൽ ഉപയോഗപ്പെടുത്തി നന്ദി കാണിക്കേണ്ടിയിരുന്നതിന് പകരം അന്യായമായ നിലയിൽ ഉപയോഗിച്ച് നന്ദികേട് കാണിച്ചു. അതിനാൽ അവയെ ഉപയോഗശൂന്യങ്ങളാക്കി. സ്വാഭാവികമായ ഒരു ശിക്ഷാ നടപടിയാണ് ഈ മുദ്രവയ്ക്കൽ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ തന്നെയാകുന്നു അശ്രദ്ധർ. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 615, സൂറത്തുൻ നഹൽ ആയത്ത് 109, പേജ് നമ്പർ 967. ലാ ജറമ അന്നഹും ഫിൽ ആഖിറതി ഹുമുൽ ഖാസിറൂൻ. പരലോകത്തെ നഷ്ടക്കാരും അവർ തന്നെയാകുന്നു എന്നതിൽ ഒട്ടും സംശയമില്ല. ആയത്ത് 110. ثم إن ربك للذين هاجروا. പിന്നെ നിശ്ചയമായും നിന്റെ റബ്ബ് സ്വദേശം വെടിഞ്ഞ് പലായനം ചെയ്തവർക്ക് മിൻ ബഅദി മാ ഫുതിനു, അവർ പീഡിക്കപ്പെട്ടതിന് ശേഷം ثم جاهدوا وصبروا, പിന്നെ അവർ സമരം ചെയ്യുകയും അവർ സഹിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെടുകയും പിന്നെ ധർമ്മസമരം ചെയ്യുകയും സഹനം അവലംബിക്കുകയും ചെയ്തതിനു ശേഷം നാടുവിട്ടുപോയവർക്ക് കരുണ ലഭിക്കും. ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറുക്കുന്നവനും വളരെ കരുണയുള്ളവനുമാകുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം തികച്ചും ബലഹീനരായിരുന്ന ചിലർക്ക് ഹിജ്റ പോകാൻ കഴിയാതെ മക്കയിൽ തന്നെ നിർബന്ധിതാവസ്ഥയിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നു. ബഹുദൈവാരാധകർക്കിടയിൽ അപമാനിതരായി അവരുടെ ഇംഗിതത്തിന് അനുസൃതമായി അവർ കഴിഞ്ഞുകൂടി. അവസരം ഒത്തുവരുന്നതിനനുസരിച്ച് അവർ മദീനയിലേക്ക് പോയി. അവരെക്കുറിച്ചാണ് ഈ വചനമിറങ്ങിയതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. അബൂ ജുന്ദൽ റളിയല്ലാഹു അൻഹു, അബൂ ജഹലിന്റെ സഹോദരൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു, സലാമത്ത് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ സലാമ റളിയല്ലാഹു അൻഹു എന്നിവർ ഇതിൽപ്പെടും. പേജ് നമ്പർ 968, ആയത്ത് 111. യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ
ഓരോ ആളും തൻ്റെ സ്വന്തത്തെപ്പറ്റി തർക്കിച്ചു കൊണ്ടുവരികയും ഓരോ ആൾക്കും അവനവൻ പ്രവർത്തിച്ചത് പൂർണ്ണമായി നൽകപ്പെടുകയും ചെയ്യുന്ന ദിവസം വഹും ലാ യുദ്ലമൂൻ, അവരോട് അനീതി ചെയ്യപ്പെടുകയില്ല. ഓരോ ആളും സ്വന്തം കാര്യത്തെപ്പറ്റി തർക്കിക്കുകയും അവർ അശേഷം ദ്രോഹിക്കപ്പെടാത്ത വിധത്തിൽ അവരവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുകയും ചെയ്യുന്ന ദിവസത്തെ ഓർമ്മിക്കുക. ആയത്ത് 112. വദ്ദറബല്ലാഹു മസല, അല്ലാഹു ഒരു ഉപമ എടുത്തു കാണിക്കുന്നു. ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന, ഒരു രാജ്യം അത് നിർഭയവും ശാന്തവുമായിരുന്നു. അവിടേക്ക് ആവശ്യമായ ഭക്ഷണം നാനാ സ്ഥലങ്ങളിൽ നിന്നും സമൃദ്ധമായി വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആ രാജ്യം നിഷേധിച്ചു. അപ്പോൾ അല്ലാഹു ആ രാജ്യത്തെ പട്ടിണിയുടെയും ഭയത്തിൻ്റെയും ഉടുപ്പ് അനുഭവിപ്പിച്ചു. ബിമാകാനു യസ്നഊൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കാരണത്താൽ. അല്ലാഹു അവൻ്റെ വിശാലമായ കാരുണ്യത്താൽ മനുഷ്യർക്ക് അർഹതയില്ലാത്ത നിലയിൽ തന്നെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. ആ നാട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരുന്നു. ജനം അനുഗ്രഹദാതാവിനോട് നന്ദി കാണിക്കാതെ വളരെ മോശമായി ഇടപെടുകയും ദുർനടപ്പിൽ വ്യാപൃതമാവുകയും ചെയ്തതിനാൽ അനുഗ്രഹങ്ങൾ പിൻവലിക്കുകയും അവർ ഭയവും പട്ടിണിയും മുഖേന മഹാദുരിതത്തിൽ അകപ്പെടുകയും ചെയ്തു. ഈ ദുരവസ്ഥ ഏതൊരു നാട്ടിലും സംഭവിക്കാവുന്നതാണ്. പക്ഷഭേദമില്ല. ഭയത്തെയും പട്ടിണിയെയും സംബന്ധിച്ച് വസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് നാനാഭാഗങ്ങളിൽ നിന്നും അതവരെ വലയം ചെയ്യും എന്ന ഉണർത്തുവാനാണ്. ഒരു പ്രകാരത്തിലും അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ആയത്ത് 113. വലഖദ് ജാഅഹും റസൂലും മിൻഹും, അവരിൽ നിന്നുള്ള ഒരു ദൈവദൂതൻ അവരുടെ അടുക്കൽ വന്നു. ഫകദ്ദബൂഹു, അപ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കി. ഫഅഖദഹുമുൽ അദാബ്, അപ്പോൾ ശിക്ഷ അവരെ പിടികൂടി. പേജ് നമ്പർ 969. വഹും ളാലിമൂൻ, അവർ അക്രമികളായിരിക്കെ. മുൻ ആയത്തിൽ പറഞ്ഞ പ്രകാരം അള്ളാഹു ആ ദുർജനത്തെ ശിക്ഷിച്ചത് പ്രവാചകനെ അയച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ്. വന്ന പ്രവാചകൻ അവർക്ക് അപരിചിതനല്ല. അവർക്ക് ആളെ നല്ലവണ്ണം അറിയാം, വിശ്വസ്തനാണെന്ന് അവർക്ക് ബോധ്യമാണ്. ആ സ്ഥിതിക്ക് ഈ സന്ദേശം കൊടുത്തപ്പോൾ ധൃതിപ്പെട്ട് തള്ളിക്കളഞ്ഞത് എന്തൊരക്രമമാണ്! ഈ ആളുകൾക്ക് എന്തു പറ്റി? ആയത്ത് 114. അതിനാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് അനുവദനീയവും നല്ലതുമായവ നിങ്ങൾ ഭക്ഷിക്കുക. വഷ്കുറു നിഅമതല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. അള്ളാഹുവിനോടുള്ള ഭയഭക്തി നിമിത്തം അള്ളാഹുവിൻ്റെ രക്ഷ ആശിക്കുകയും ശിക്ഷ ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണല്ലോ. അപ്പോൾ മറ്റു വല്ലവരോടുമുള്ള ഭയഭക്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അനുവദിച്ച ചില സാധനങ്ങൾ ഉപേക്ഷിക്കൽ ഒരിക്കലും ശരിയല്ല. അള്ളാഹു അനുവദനീയമാക്കിയത് അനുവദനീയം തന്നെ, നിഷിദ്ധമാക്കിയത് നിഷിദ്ധവും. ആയത്ത് 115. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, ശവം, രക്തം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവരുടെ പേര് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമാണ് അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഔലിയാക്കന്മാർക്കും നേർച്ചക്കാർക്കും വിഗ്രഹങ്ങൾക്കും വഴിപാടായും നേർച്ചയായും അർപ്പിക്കപ്പെടുന്ന വസ്തുക്കളാണ്. അത് തിന്നാൻ പാടില്ല, ഹറാമാണ്. ആട്, കോഴി മുതലായ ജീവികളെ അറുക്കുന്നത് 3 വിധത്തിലാണ്. നമുക്ക് തിന്നാൻ വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ അറുക്കുകയാണെങ്കിൽ ഹലാലായ അറവാണ്. ഉളുഹിയത്തിൻ്റെയോ ഹജ്ജിലെ ബലികർമ്മത്തിൻ്റെയോ നിലയിൽ അറുക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രത്യേക പുണ്യകർമ്മങ്ങൾ. അപ്പോൾ അവിടെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന വന്നു. അതിനാൽ ആ അറവ് അള്ളാഹുവിനോടുള്ള ഇബാദത്താണ്. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെയോ ബദരീങ്ങൾ തുടങ്ങിയ സൃഷ്ടികളുടെയോ പേരിൽ നേർച്ചയാക്കി അറക്കലുണ്ടല്ലോ, അവിടെ അവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ട്. അവരോടുള്ള തേട്ടവും തൃപ്തിയും ശുപാർശയും ഒക്കെയാണ് ഉദ്ദേശ്യം. അതിനാൽ ആ അറവ് അവർക്ക് ഇബാദത്താണ്. ഈ വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ആഗ്രഹിച്ചവനോ അതിര് കവിഞ്ഞവനോ അല്ലാത്ത അവസ്ഥയിൽ ആരെങ്കിലും നിർബന്ധിതനായി പോയാൽ അപ്പോൾ നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും വളരെ കരുണയുള്ളവനുമാകുന്നു. പേജ് നമ്പർ 970. യാതൊരു സാധനവും തിന്നാൻ കിട്ടാതെ വിഷമം കൊടുമ്പിരിക്കൊണ്ട സമയത്ത് മേൽപ്പറഞ്ഞ ഹറാമായ സാധനങ്ങൾ മുട്ടുശാന്തിക്ക് വേണ്ടി തിന്നുന്നതിന് വിരോധമില്ല.
അതാഗ്രഹിച്ചുകൊണ്ടാവരുത്. ആത്മരക്ഷയ്ക്ക് വേണ്ടി വരുന്നതിനേക്കാൾ കൂടുതലായി പോകുകയും അരുത്. ആയത്ത് 116. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇത് അനുവദനീയം, ഇത് നിഷിദ്ധം എന്ന് നിങ്ങൾ കളവ് പറയരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയാൻ തക്കവണ്ണം അള്ളാഹുവിങ്കിൽ നിന്നുള്ള തെളിവ് കൂടാതെ ഓരോ കാര്യത്തെപ്പറ്റി ഹറാം നിഷിദ്ധമാക്കപ്പെട്ടത് എന്നോ ഹലാൽ അനുവദിക്കപ്പെട്ടത് എന്നോ വായിൽ തോന്നിയ പോലെ കളവ് പറയുക ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ തെളിവില്ലാതെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ചുമത്തി പറഞ്ഞ പാപികളായിത്തീരും. രേഖാമൂലമല്ലാതെ മതകാര്യങ്ങൾ പറയുന്നവർക്കൊക്കെ ബാധകമാണിത്. രേഖ അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ചുമത്തി പറയുന്നവരാരോ അവർ വിജയിക്കുകയില്ല. ആയത്ത് 117. മത്താഉൻ ഖലീൽ, തുച്ഛമായ സുഖാനുഭവം, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്, അത് പരലോകത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പ്രചരിപ്പിച്ചവരെ സംബന്ധിച്ച് 3 വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 1, അവർ വിജയിക്കുകയില്ല. 2, അവർക്ക് അള്ളാഹു ഭൗതിക നേട്ടം നൽകും. 3-മത് പറഞ്ഞത് പരലോക ശിക്ഷയെ പറ്റിയാണ്. അള്ളാഹു കാക്കട്ടെ. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 616, സൂറത്തുൻ നഹൽ, ആയത്ത് 118, പേജ് നമ്പർ 970. വഅലല്ലദീന ഹാദു, യഹൂദികളായിട്ടുള്ളവരുടെ മേൽ ഹറംനാ മാ ഖസസ്നാ അലൈക മിൻ ഖബൽ, മുമ്പ് നിനക്ക് നാം വിവരിച്ചു തന്നിട്ടുള്ളത് നാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ അൻആമിൽ 146-ാമത് ആയത്ത് നോക്കുക. ജൂതന്മാർക്കും മേൽ പറഞ്ഞതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടതായിരുന്നു. വമാ ളലംനാഹും, നാം അവരെ ദ്രോഹിച്ചിട്ടില്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, എന്നാൽ അവർ അവരെ തന്നെ ദ്രോഹിക്കുകയായിരുന്നു. ആയത്ത് 119. തുമ്മ ഇന്ന റബ്ബക, പിന്നെ നിശ്ചയമായും നിന്റെ റബ്ബ് ലില്ലദീന അമിലു സൂഅ ബിജഹാലത്തിൻ, അറിവില്ലായ്മയാൽ തിന്മ ചെയ്തവരായ കൂട്ടർക്ക്, പേജ് നമ്പർ 971. തുമ്മ താബു മിൻ ബഅദി ദാലിക, അതിനുശേഷം അവർ ഖേദിച്ച് മടങ്ങുകയും വഅസ്ലഹു, അവർ നടപടി നന്നാക്കുകയും ചെയ്തു. ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം, അതിനുശേഷം നിശ്ചയമായും നിന്റെ റബ്ബ് വളരെ പൊറുക്കുന്നവനും വളരെ കരുണയുള്ളവനുമാകുന്നു. ആയത്ത് 120. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ, നിശ്ചയമായും ഇബ്രാഹിം ഒരു സമുദായം തന്നെയായിരുന്നു, അള്ളാഹുവിന് വിനയപൂർവ്വം കീഴടങ്ങിയവൻ, പച്ചപ്പരമാർത്തി. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സന്ദേശങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും കേവലം ഒരു വ്യക്തിയുടെ ശബ്ദം എന്നതിലുപരി ഒരു സമുദായ മുന്നേറ്റത്തിൻ്റെ ശക്തി പ്രകടമായിരുന്നു. ശക്തമായ ഒരു ഭരണകൂടത്തെയും അതിനെ തുണയ്ക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിൻ്റെയും എതിർപ്പ് വകവെക്കാതെ അവരെ വിറകൊള്ളിച്ച ആ ശബ്ദത്തിൻ്റെ ഉടമയെ ഒരു സമുദായം എന്ന നിലയ്ക്ക് വിശേഷിപ്പിക്കുന്നത് ഏറ്റവും അർത്ഥപൂർണ്ണമായിരിക്കുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞത് വലിയൊരു പ്രശംസയായിട്ടാണ്. ഇവിടെ നമ്മളൽപ്പം ഇരുന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആരെ പറ്റിയാണ് ഈ പറഞ്ഞത്? അനുകൂലം പറയാൻ ഒരു മനുഷ്യനുമില്ലാത്ത സന്ദർഭത്തിൽ രാജധാനിയിലെ അമ്പലത്തിൽ കയറി ചെന്ന് വിഗ്രഹങ്ങളെ തച്ചുടച്ച അതുല്യ ധീരനായ മനുഷ്യനെ പറ്റി. അദ്ദേഹം മുശ്രിക്കല്ല എന്ന് പറഞ്ഞത് അർത്ഥവത്താണ്. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടൽ വളരെ വലിയൊരു അനുഗ്രഹമായി നാം മനസ്സിലാക്കണം. ഷിർക്കിൻ്റെ ചിന്തയിൽ നിന്നും വാക്കിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും മുക്തമായി ജീവിച്ച് മരിക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം വേണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന പലതും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടർക്ക് ഷിർക്കിനെ പറ്റി യാതൊരു ഭയവുമില്ലാതെ വന്നതെന്ത്? അതിനെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അവനെ ശത്രുവായി കണക്കാക്കുന്നു. മഹാത്ഭുതവും മഹാവ്യസനവും തന്നെ. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാം വിഗ്രഹങ്ങളെ തച്ചുടച്ച ചരിത്രമുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയായിരുന്നു വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന കക്ഷി. ആ അദ്ദേഹത്തിൻ്റെ തന്നെ കൗമിൽ, അദ്ദേഹത്തിൻ്റെ തന്നെ ആളുകൾക്കിടയിൽ ആണ് അദ്ദേഹം ഇത് ചെയ്തത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ആയത്ത് 121. ഷാക്കിറൻ ലി അൻഉമി, അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിരുന്നു. ഇജ്തബാഹു, അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് അദ്ദേഹത്തെ അവൻ ചേർക്കുകയും ചെയ്തു. ആയത്ത് 122. വആതൈനാഹു ഫിദ്ദുനിയ ഹസന, ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം നന്മ നൽകി. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, നിശ്ചയമായും അദ്ദേഹം പരലോകത്ത് സദ്വൃത്തരുടെ കൂട്ടത്തിലായിരിക്കും. ആയത്ത് 123. സുമ്മ ഔഹൈനാ ഇലൈക, പിന്നെ നാം
പിന്നെ നിനക്ക് നാം വഹി നൽകി. പേജ് നമ്പർ 972. അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഋജുമാനസനായ ഇബ്രാഹീമിന്റെ മാർഗത്തെ നീ പിൻപറ്റുക എന്ന്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നില്ല. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാർഗം പിൻപറ്റുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും അതിപ്രധാനമായ മുഖ്യ ദൗത്യം ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കലാണെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ടല്ലോ. ഏകദൈവാരാധന സ്ഥാപിക്കലാണ്, ബഹുദൈവാരാധന എതിർക്കലാണ് പ്രധാനമെന്ന് ഉള്ളതിനെ അവർ അവഗണിക്കുകയും ചെയ്യുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവിനോട് പറഞ്ഞ ഒരു വാചകം ശ്രദ്ധിക്കുക. പിതാവേ, കേൾക്കുകയില്ല, കാണുകയില്ല, അങ്ങനെയുള്ള വസ്തുവിനെ നിങ്ങൾ ആരാധിക്കുന്നതെന്തിന്? ഇത് വിഗ്രഹങ്ങളെ സംബന്ധിച്ചാണെന്ന് വ്യക്തം. ത്വാഗൂത്തായ നമ്രൂദിനെ പറ്റിയല്ല. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ തകർക്കുകയും ചെയ്തു. നമ്രൂദിന്റെ ഭരണത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞതായി ഖുർആനിൽ കാണുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാർഗം പിന്തുടരുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. ഏകദൈവാരാധനയുടെ കണിശമായ നിഷ്ഠയായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശത്തിന്റെ കാതൽ. വ്യാഖ്യാന സാധ്യതയില്ലാത്ത നേർക്കുനേരെയുള്ള മാർഗവുമായിരുന്നു അത്. ഈ വചനങ്ങളിൽ 8 സവിശേഷതകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു നൽകിയതായി കാണാം. ആയത്ത് 124, ഇന്നമാ ജുഇല അസ്സബ്തു അലല്ലദീന ഇഖ്തലഫു ഫീഹി, ശബ്ബത്ത് നാൾ ആചരണം നിശ്ചയിക്കപ്പെട്ടത് അത് സംബന്ധിച്ച് ഭിന്നാഭിപ്രായക്കാരായിട്ടുള്ളവർക്ക് തന്നെയാകുന്നു. അതായത് ശബ്ബത്ത് നാൾ, ശനിയാഴ്ച, ലോകകാര്യങ്ങളിൽ നിന്ന് വിമുക്തമായി ആരാധനയിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലും മുഴുകിയിരിക്കുക എന്നുള്ള യഹൂദി ആചാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മതത്തിൽ പെട്ടതാണെന്ന് യഹൂദികൾ പറയുന്നത് ശരിയല്ല. നിങ്ങൾ ഇബ്രാഹിമിന്റെ അനുയായികളാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്മുറക്കാരായവർ ആചരിക്കുന്ന ശബ്ബത്ത് നിങ്ങൾ ആചരിക്കുന്നില്ല എന്നവർ ചോദിച്ചു. ഇതിന്റെ മറുപടിയാണിത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ കാലശേഷം ഉണ്ടായതാണത്. അതോടുകൂടി അവരതിൽ ഭിന്നാഭിപ്രായക്കാരുമായി. അതുകൊണ്ട് അതൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരേണ്ടതില്ല. ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ യഥാർത്ഥ പാതയാണ് പിന്തുടരേണ്ടത്. ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ പേരിൽ വെച്ചുകെട്ടിയുണ്ടാക്കിയത് പിന്തുടരേണ്ട. നിശ്ചയമായും നിന്റെ റബ്ബ് അവർ ഭിന്നാഭിപ്രായക്കാരായിട്ടുള്ള വിഷയങ്ങളിൽ അന്ത്യനാളിൽ വിധിക്കുന്നതാകുന്നു. അതായത് ഓരോരുത്തരുടെയും മേൽ ന്യായമായ വിധി കൽപ്പിക്കുകയും കൃത്യമായും വിധി നടത്തുകയും ചെയ്യുന്നതാണ്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 617, സൂറത്തുൻ നഹൽ, ആയത്ത് 125, പേജ് നമ്പർ 972. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക. പേജ് നമ്പർ 973. റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൻ്റെ ഗുണവും ആവശ്യകതയും വിവരിച്ചു കൊടുക്കുന്നതിന് പുറമെ മറുഭാഗത്തെ ദോഷങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും വേണം. ഉദാഹരണം, സൃഷ്ടാവും രക്ഷിതാവുമായ ദൈവത്തെ ആരാധിക്കണം, വിഗ്രഹത്തെയോ മറ്റ് ദൈവങ്ങളെയോ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് എന്ന് കൂടെ വിശദീകരിച്ചു കൊടുക്കണം. അതിന് പുറമെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഉപദേശങ്ങളും നൽകണം. വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ലതായ നിലയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യണം. പ്രബോധനം നടത്തേണ്ടത് എങ്ങനെയെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആയത്താണിത്. യുക്തിപൂർവ്വമായിരിക്കണം എന്നതാണ് ആദ്യം പറഞ്ഞത്. ഹിക്മത്തോടെയായിരിക്കണം എന്ന് പറഞ്ഞത് ഏറ്റവും അർത്ഥവത്താണ്. കാര്യം എന്താണ് എന്നതോടൊപ്പം തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് എങ്ങനെ ഗ്രഹിപ്പിക്കണമെന്നതും. മുമ്പിലുള്ള പ്രബോധിതർക്ക് ഒരു വിഷയം ഏറ്റവും ഫലപ്രദമായി എങ്ങനെ ഗ്രഹിപ്പിക്കാം എന്നത് പ്രബോധകന്റെ ബുദ്ധി, അറിവ്, അനുഭവ പരിചയം ഇത്യാദി കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. പ്രവാചകന്മാരുടെ പ്രബോധന ചരിത്രത്തിൽ നിന്ന് നമുക്ക് മാതൃകയുണ്ട്. ബിംബങ്ങളെ തച്ചുടച്ചതിനെ പറ്റി ജനങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ ബിംബങ്ങളോട് തന്നെ ചോദിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു. കേൾക്കാനും സംസാരിക്കാനും കഴിയാത്ത, നന്മ കൊണ്ടുവരാനോ തിന്മ തടയാനോ കഴിയാത്ത ഇവയെ നിങ്ങൾ എന്തിന് ആരാധിക്കുന്നു എന്ന് അവരോട് ചോദിച്ചു. നക്ഷത്ര, സൂര്യചന്ദ്രാദികളെ പറ്റി അസ്തമിച്ചു പോകുന്നവയെ ആരാധിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രണ്ടും ഹിക്മത്ത് തന്നെ. ഇതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലുടനീളം ഒട്ടനവധി മാതൃകകൾ കാണാം. ഓരോ സന്ദർഭത്തിലും ഏറ്റവും ഫലപ്രദമായ മാർഗം എന്തെന്ന് പ്രബോധകൻ ചിന്തിച്ച് തെരഞ്ഞെടുക്കണം. പ്രവാചകന്മാരുടെ മാതൃകകൾ മുമ്പിൽ വെച്ച് ചിന്തിച്ച് തെരഞ്ഞെടുത്ത് അത് നടപ്പിൽ വരുത്തണം. ചിലപ്പോൾ സൗമ്യമായ ശൈലിയാകും ഉത്തമം, ചിലപ്പോൾ കർക്കശമാകേണ്ടി വരും. വിഷയം കൃത്യമായി ഗൗരവമായി തന്നെ ഗ്രഹിപ്പിക്കാനുള്ള ശൈലി ഹിക്മത്തോടെയാകണമെന്ന് മാത്രം. നല്ല രൂപത്തിലുള്ള ഉപദേശമാണ് അടുത്തത്. വിഷയത്തിന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കത്തക്ക നിലയിൽ യുക്തികൾ, തെളിവുകൾ, ന്യായങ്ങൾ ഇവ വിശദീകരിച്ചു കൊടുക്കുക. എന്നാൽ ചിലരോടെങ്കിലും സംവാദം നടത്തേണ്ടതായി വരും. അത്തരക്കാരോട് നല്ല രൂപത്തിൽ സംവാദവും നടത്തുക. എന്തൊക്കെയായാലും നേർമാർഗത്തിലാക്കുക എന്ന കാര്യം മനുഷ്യരുടെ നിയന്ത്രണത്തിലല്ല. പ്രവാചകന്മാർക്ക് പോലും അക്കാര്യത്തിലൊന്നും ചെയ്യാനാവില്ല. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل അൻ സബീലിഹി, നിശ്ചയമായും നിന്റെ റബ്ബ് അവന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവനാകുന്നു. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, നേർമാർഗം സ്വീകരിച്ചവരെ സംബന്ധിച്ചും അവൻ ഏറ്റവും അറിയുന്നവനാകുന്നു.
ആയത്ത് 126 നിങ്ങൾ പ്രതികാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതിന് തുല്യമായ നിലയിൽ നിങ്ങൾ പ്രതികാരം ചെയ്യുക. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വാക്ക് നിങ്ങളോട് പറഞ്ഞാൽ തുല്യമായ നിലയിൽ അങ്ങോട്ടും പറയുന്നതിന് വിരോധമില്ല. അധികമായി പോകരുത്. ദേഹോപദ്രവം ചെയ്താൽ തുല്യമായ നിലയിൽ അങ്ങോട്ടും ചെയ്യുന്നതിന് വിരോധമില്ല. അധികമായി പോകരുത്. ഒരു കുടുംബത്തിൽപ്പെട്ടവർ വല്ല ദ്രോഹവും ചെയ്താൽ ആ കുടുംബത്തെ ഒട്ടാകെ ശത്രുക്കളായി കരുതുകയും അവരോട് എല്ലാവരോടും പകരം വീട്ടുകയും ചെയ്യുന്ന സ്വഭാവം ശരിയല്ല. മകൻ ചെയ്തതിന് വാപ്പയോട് പകരം വീട്ടിൽ ശരിയല്ല. സത്യമായും നിങ്ങൾ ക്ഷമിക്കുന്ന പക്ഷം അത് ക്ഷമാശീലന്മാർക്ക് വളരെ നല്ലതാകുന്നു. പീഡനങ്ങൾ അനുഭവപ്പെടുമ്പോൾ പലർക്കും മാനസികമായ പ്രയാസമുണ്ടാകും. പകരം വീട്ടിയാലേ അത് ശരിയാവുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അതിന് അനുവാദമുണ്ട്. ക്ഷമിച്ചാൽ വലിയ പുണ്യവും ഉണ്ട്. ആയത്ത് 127 നീ ക്ഷമിക്കുകയും ചെയ്യുക. വമാ സബറുക ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടെ അല്ലാതെ നിനക്ക് ക്ഷമിക്കാൻ സാധ്യമല്ല. തനിക്കേറ്റ ദ്രോഹത്തിന് പകരം വീട്ടാൻ അനുവാദമുണ്ട്. അതിന് ആഗ്രഹമുദിക്കുകയും ചെയ്തു. ആവശ്യമായ ശക്തിയും സൗകര്യങ്ങളും ഉണ്ട് താനും. പുണ്യം ആഗ്രഹിച്ച് ക്ഷമ അവലംബിച്ച് പ്രതികാരം ഒഴിവാക്കുന്ന മനസ്ഥിതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും കൊണ്ട് മാത്രമേ കഴിയൂ. അതാണ് ഇവിടെ സാരമെന്ന് ഗ്രഹിക്കാവുന്നതാണ്. അങ്ങനെ പ്രതികാരം ചെയ്യാതെ വിട്ടുവീഴ്ച ചെയ്യാൻ അസാമാന്യ ഹൃദയവിശാലത വേണം. വലാ തഹ്സൻ അലൈഹിം, അവരെ സംബന്ധിച്ച് നീ വ്യസനിക്കേണ്ട. വലാ തകു ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ, അവർ തന്ത്രം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നീ മനപ്രയാസത്തിലാകേണ്ടതില്ല. അവർ ചെയ്തതിന് ഉത്തരവാദികൾ അവർ തന്നെ. പ്രബോധനത്തിൻ്റെ ബാധ്യത മാത്രമേ നിനക്കുള്ളൂ. ആയത്ത് 128 ഇന്നല്ലാഹ മഅല്ലദീന തഖൂ, നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവർക്കൊപ്പമാകുന്നു. താൻ തോന്നികളായി കുത്തഴിഞ്ഞ് ജീവിക്കുന്നവർക്കൊപ്പം അള്ളാഹു ഉണ്ടാകുകയില്ല. വല്ലദീനഹും മുഹ്സിനൂൻ, നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കുന്നവരോടൊപ്പവും ആരാധനയിൽ കളങ്കമുള്ളവരോടൊപ്പം അള്ളാഹു ഉണ്ടാകുകയില്ല. അവരെ അള്ളാഹു കൈയൊഴിയുന്നതാകുന്നു. ദൈവകൽപ്പനകളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ച് ജീവിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സഹായവും ലഭിക്കുക. ഭക്തിയോടെ അള്ളാഹുവിനെ ആരാധിച്ച് നിഷ്കളങ്ക ദാസന്മാരായി ജീവിക്കുവാൻ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൂറത്തുൻ നഹ്ൽ തീർന്നു.